ഇന്നത്തെ ഹാഫ് ഡേ ലീവാണ്. അപ്പൊ പിള്ളേരൊക്കെ ഇന്നലത്തെ ഉറക്കമൊക്കെ ശരിക്കും ഉറങ്ങി തീർത്ത് സുബ കഴിഞ്ഞിട്ട്. ഇൻഷാല്ലാ അപ്പൊ ഇന്നൊന്ന് കുളിക്കാതെ ഇവിടെ പൂളുണ്ട്. ഇന്ന് പൂളും ജിമ്മൊക്കെ ഒന്ന് ഉഷാറാക്കാൻ അല്ലേ. അപ്പൊ നമ്മൾ പൂളിലോട്ട് പോണേ. ആദ്യ ഇവിടെയാണ് നമ്മൾ പൂള് വീണത്. അമ്മേൻ്റെ മുകളിലാണ് പൂള് വീണത്. പിള്ളേരൊക്കെ റെഡിയായി. ഇതാണ് പൂള് വീണത്. നമ്മൾ കാണുമ്പോൾ ചെറിയ പൂളായിട്ട് തോന്നും, പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഫീല് മനസ്സിലാവും. ഇതാണ് പൂള്. ആ നേരെ കാണുകയാണ് നമ്മുടെ റൂം. ആഹാ നൈസ്. ആദ്യം മോള് അനമോള്. വെള്ളം മനസ്സിലാണല്ലേ അല്ലേ? ആ ആദ്യം ഇറങ്ങി. ചെക്ക് ചെയ്യാനാണ് അവിടെ ആളുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. ആളില്ല, സെയിം അല്ലേ? അപ്പൊ എല്ലായിടത്തും ഹെറ്റ് ഹൈറ്റ്, അപ്പൊ കുഴപ്പമില്ല. പിള്ളേർക്ക് പേടിക്കണ്ട. അനമുള്ള ഈ ഹൈറ്റിനാണ് വെള്ളം ഇരിക്കുന്നത്. അതിനുള്ള വ്യൂ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അതാണ് പൂളിൻ്റെ സൈസ്. ഭയങ്കര വലിയ പൂളാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. വില്ലകളുണ്ട് ഇഷ്ടം പോലെ. മാഷാ മലകൾ. ആ ബിൽഡിംഗ് ആണ് 118 നിലയുള്ള ബിൽഡിംഗ്. മാളിൽ വന്നിട്ടുണ്ട്. ടൈം സ്ക്വയർ എന്ന് പറഞ്ഞ മാളിൽ വന്നൊക്കെയാണ്. ഇന്നത്തെ ദിവസം ഇവിടെ முடிச்சதுக்கு அப்புறம் கூப்பிடுங்க. ടൈം സ്ക്വയർ മലേഷ്യയിലെ ഒരുപാട് വലിയ മാളുകളിൽ ഒന്നാണ്. നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന സീൻ ഇതാണ്. ഉള്ളിലോട്ട് പോകുമ്പോൾ നോക്കാം നമുക്ക് ഇന്ന് എന്താണ് അവസ്ഥ നോക്കാം. പോപ്കോൺ ഉണ്ട്, നല്ല സ്വീറ്റായിട്ടുള്ള സാധനം. 6 മലേഷ്യ റിംഗിറ്റ് കൊടുത്തു. ഒരു സംഭവം അടിപൊളി, മാഷാ അല്ലാഹ്. താഴത്തേക്കൊന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. സാധനം നോക്കി മാളിൻ്റെ ഉള്ളിൽ കൂടി. ഇത് ഫുള്ള് മാള് കറക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഷോപ്പ് നല്ല ഷോപ്പാണ്, നമ്മുടെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കയറി നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. പാണ്ട ഐസ് നമ്മുടെ ഷോപ്പെത്തി. അവിടെ എന്താ ഉള്ളതെന്ന് അവരോട് സെറ്റപ്പ്. പെൺകുട്ടികളുടെ ഐറ്റംസ് ഉള്ളത്. ബാഗ്, കമ്മൽ, വള, മാല. കളക്ഷൻ കൊള്ള, നല്ല കളക്ഷൻ ഉണ്ട്. വളരെ രസമുള്ള സാധനം. ബ്ലാക്ക് ഒക്കെ കോട്ടനാണ്. ഏകദേശം നമ്മുടെ നാട്ടിലെ 800 രൂപ.
എൻ്റെ മുകളിലൊക്കെ നമുക്ക് ഇഷ്ടമാണ്. കോസ്റ്റ് കുറവാണ് ഇതൊക്കെ ജെൻസിൻ്റെ. ഏകദേശം നമ്മുടെ നാട്ടിൽ 600 വരുന്ന ഷർട്ടാണ്. എൻ്റെ ഷർട്ടാണ്. ഓ അതൊക്കെ കുട്ടികളുടെ ഐറ്റംസാണ്. അതൊക്കെ പലതരം ബാഗുകളുണ്ട് ഇവിടെ. ഓക്കെ, ഇതിങ്ങനെ തൂക്കിയിട്ട് അടക്കുന്ന ബാഗാണ്. നല്ല രസമുള്ള ബാഗാണ്. ഇതുണ്ടോ? ഞാൻ പാണ്ടായിസിന്ന് ഇറങ്ങാനാണ്. കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പോ ആളിന്ന് ഇറങ്ങി. ഇപ്പൊ ജലാൻ ആളൂർ എന്ന് പറഞ്ഞൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാങ്ങ ഉപ്പിലിട്ടുണ്ട് ഇവിടെ. മാങ്ങ ഉപ്പിലിട്ട് കണ്ടപ്പോൾ തന്നെ പിള്ളേരുടെ മൈൻഡ് മാറി. വാങ്ങിച്ച് മാംഗോ വാങ്ങിച്ച് വാ വാ. സ്ട്രോബെറി ഒക്കെ നമ്മുടെ നാട്ടിൽ ഇത്രയും സൈസുള്ള സ്ട്രോബെറി കിട്ടൂലോ. ചെറിയ സ്ട്രോബെറി കിട്ടും നമ്മുടെ നാട്ടിൽ. മിക്സർ ഉണ്ടല്ലോ. ആ എന്നാ എല്ലാം കൂടി മിക്സർ വാങ്ങിക്കും. നോക്കാം, ഏതൊക്കെ നോക്കാം. കോക്കനട്ട് ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വാങ്ങിച്ചോ. കാണിച്ചിട്ടാ ഫുഡ് സ്ട്രീറ്റ് ആണ് കിടക്കുന്നുണ്ട്. അറ്റം വരെ ഫുഡ് സ്ട്രീറ്റ് ആണ്. നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഐറ്റംസ് ആണ് എല്ലാം ഉള്ളത്. മാത്രമേ ഉള്ളൂ. സാധനങ്ങൾ ഓർഡർ ചെയ്യാനാണ്. വേണ്ടനാ ഇത് വേണ്ടനാ ആദ്യാ. ആ ഇത് കൊള്ളാം. ഇത് അടിച്ചല്ല. ചിക്കൻ ഓർഡർ ചെയ്യണം. ആദ്യം എന്ത് വേണം? നൂഡിൽസിന് വേണം. നൂഡിൽസ് അത് ഓർഡർ ചെയ്യാൻ മറ്റേ സാധനം പറ്റുന്ന പറട്ടെ വരും. ചില്ലി ചിക്കൻ വിത്ത് റൈസ് നോക്കട്ടെ. കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഒരു സീൻ എന്താന്ന് വെച്ചാൽ വാഷ് ചെയ്യണ സ്ഥലമില്ല. എല്ലാം ഇതിലാണ് ഇരിക്കണത് മക്കളെ. ഇത് കൊള്ളാം, ചിക്കൻ കൊള്ളാം. ഇഷ്ടപ്പെടും. മുട്ട ചിക്കൻ കൊള്ളാട്ടോ, രസമുണ്ട്. അല്ല ആടാ എങ്ങനെയുണ്ട്? ആ നൂഡിൽസും വന്നിട്ടുണ്ട്. ഓക്കെ, നോക്കട്ടെ. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് തന്നെ, സെയിം ടേസ്റ്റ്. പിഴിഞ്ഞിട്ട് വന്നില്ല. ഇതൊരു
സ്പൈസി ആയിട്ടുള്ള സോസാണ് പച്ചമുളക്. ബീഫ് ഫ്ലോപ്പായി, ബീഫ് കൊള്ളില്ല. നമ്മള് ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിലോട്ട് വെയിറ്റ് ചെയ്യാൻ പുള്ളി പറഞ്ഞേക്കണ്. കരുണൻ ചേട്ടൻ ബിസ്ക്കറ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു പിള്ളേർക്ക് നാളെ രാവിലെ ചായ പിടിക്കാണ്. ഇത് കൊള്ളാന്ന് ബിസ്ക്കറ്റ് ആയിട്ടുള്ളതാണ്. ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ട്. ബിസ്ക്കറ്റ് 3 മഞ്ഞുണ്ടോ? Yeah, that's one. Thank you. ഇത് പ്രശ്നം കിറ്റ് ഉണ്ടാവില്ല ഇവിടെ. അല്ല നമ്മുടെ ബാഗിൽ തന്നെ നമ്മളെ കിറ്റ് ഉണ്ടാവും. പിന്നെ പൈസ കൊടുക്കും. നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് റൂമിലോട്ട് പോകണം. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ